ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നത്. ഒരു ലോങ് വീഡിയോക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഷോർട്സൊക്കെ ഇടുമ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര സെക്കൻഡ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇതൊരു ലെങ്തി ആയിട്ടൊരു 4 മിനിറ്റ്സേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ട്. എനിവേ നിങ്ങൾ എനിക്ക് ഷോർട്സിൽ തന്ന സപ്പോർട്ട് കാരണമാണ് എനിക്കിങ്ങനൊരു വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഷോർട്സിൽ തന്ന അതേ സപ്പോർട്ട് ഈ വീഡിയോയിലും തരണമെന്ന് ഞാൻ പറയാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വാനില കേക്കാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള എൻ്റെ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട വാനില സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നൈറ്റിലേക്ക് ഒരു ഓർഡർ കിട്ടിയതായിരുന്നു. ഒരു 1 kg വാനില കേക്ക് ഫ്ലാറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്ലാറ്റായിട്ട് ചെയ്യുമ്പോൾ ഞാൻ 3 എഗ്ഗാണ് എടുക്കാറുള്ളത്. 1/4 കപ്പ് നോർമൽ ഷുഗറും പിന്നെ 1.5 ടീസ്പൂണ് വാനില എസെൻസുമാണ്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാൻ വെക്കുക. ഹാൻഡ് ബീറ്ററോ സ്റ്റാൻഡ് ബീറ്ററോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതാ എൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ന്യൂട്ടെല്ല ഹേസൽനട്ട് ബ്രൗണിയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാം, എൻ്റെ സ്റ്റോറീസിൽ എപ്പോഴും കാണുന്നതായിരിക്കും ഈ ന്യൂട്ടെല്ല ഹേസൽനട്ട് ബ്രൗണി. എനിക്ക് മിക്ക ദിവസങ്ങളിലും ഈ ബ്രൗണീസ് ചെയ്യാനുണ്ടാവും. ഇതിൻ്റെ ആ ഒരു ഫഡ്ജിനെസ്സും ആ ഒരു ക്രിങ്കിൾ ടോപ്പൊക്കെ കാണുമ്പോൾ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും ഈ ബ്രൗണി എന്നുള്ളത്. എനിക്കും ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ബ്രൗണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗണീസ് ചെയ്യാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അറിയാം. ഞാൻ ഈ ബ്രൗണീൻ്റെ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ വേറെ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ സിഗ്നേച്ചർ റെസിപ്പി തന്നെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ബ്രൗണീസൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കോംപ്ലിക്കേഷനോ കാര്യമോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ല പോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 + 1/8 കപ്പ് നമ്മുടെ നോർമൽ പാലും അതുപോലെ തന്നെ അതേ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് മൈദ, നമ്മുടെ നോർമൽ മൈദ ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്കൊരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഓഫ് സാൾട്ടും ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാം. ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് തന്നെ എടുത്തിട്ട് നമ്മുടെ ടിന്നിലേക്ക് മാറ്റുകയാണ്. ഞാൻ 7 ഇഞ്ചിൻ്റെ 1 kgയുടെ ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഓവനിൽ വെക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ഓവൻ വണ്ടർ ഷെഫിൻ്റെ ഓവനാണ്, 60 ലിറ്ററിൻ്റെ. അതിൽ 180 ഡിഗ്രിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു 35-40 മിനിറ്റ്സ്. വനില കേക്ക് ആകുമ്പോൾ ബേക്കിംഗ് ടൈം അത്യാവശ്യം നല്ലപോലെ വേണം. ചോക്ലേറ്റ് കേക്ക് പോലെയല്ല. ഇതാ പിന്നെ ഞാൻ ബ്രൗണീസ് എടുത്തു. ബ്രൗണീസിൻ്റെ മേലെ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ ഹേസൽനട്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഹേസൽനട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് ഓവനിൽ വെച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഹേസൽനട്ടാണ് ഞാൻ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എന്തായാലും വാങ്ങാത്തവരാണെങ്കിൽ വാങ്ങിച്ച് കഴിച്ച് നോക്കുക. റെസിപ്പി ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബ്രൗണീസ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേജും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നീട് ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി ഇതായി ഹാഫായപ്പം നമ്മുടെ വാനില കേക്ക് ഇങ്ങനെയായി. ഫൈനൽ ലുക്കാണ് വാനില കേക്കിൻ്റെ. ഇതായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഐസിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.